നമസ്തേ. ശ്രീഭദ്ര വാസ്തു ജ്യോതിഷം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ പറയുന്നത് ഹസ്തരേഖാശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൈവെള്ളയിലെ രേഖകളെ നോക്കി പണക്കാരനാകാൻ കഴിയുമോ എന്നതിനെക്കുറിച്ചാണ് നമ്മളിവിടെ നോക്കുന്നത്. പുരുഷന്മാരുടെ വലത് കൈയും സ്ത്രീകളുടെ ഇടത് കൈയുമാണ് നോക്കേണ്ടത്. ഇങ്ങനെ പോകുന്ന ആയുർരേഖയിൽ നിന്നും ശനിമണ്ഡലത്തിലേക്ക് ഒരു രേഖ കണ്ടാൽ അവർക്ക് പണമുണ്ടാകും എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ മോതിരവിരലിൻ്റെ അടിയിൽ സൂര്യരേഖയിൽ നിന്നും ഒരു രേഖ ചെറുവിരലിൻ്റെ അടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർ ശരിക്കും പണമുണ്ടാക്കുന്നവരാണ്. ഇവർ എല്ലാ കാര്യത്തിലും വിജയം വരിക്കുന്നവരായിരിക്കും. ഇവർ പൊതുവെ ഭാഗ്യവാന്മാരായിരിക്കും. അതുപോലെ തന്നെ ഹൃദയരേഖയിൽ നിന്നും ബുധമണ്ഡലത്തിലേക്ക് ഒരു രേഖ വന്നാൽ അതിനെ മണി ലൈൻ എന്നാണ് പറയുന്നത്. അത് സൂര്യരേഖയുമായി ബന്ധിച്ചുകൊണ്ട് ഒരു രേഖ വന്നാൽ തീർച്ചയായും ഇവർക്ക് പണം വന്നു ചേരും, ലോട്ടറി അടിക്കും, ശരിക്കും ബഹുമാനിക്കുന്ന ആളുകളാകും. അതുവഴി ധാരാളം പണം വന്നു ചേരും. മറ്റു മാർഗങ്ങളിലൂടെയും ഇവർക്ക് ധനം വന്നു ചേരാം. ഹൃദയരേഖയിൽ നിന്നും ചെറുവിരലിലേക്ക് പോകുന്ന രേഖയിലോ മോതിരവിരലിൻ്റെ അടിയിൽ സൂര്യരേഖയിലോ ഒരു രേഖ കാണപ്പെട്ടാൽ, അതായത് ഹൃദയരേഖയിൽ നിന്നും ചെറുവിരലിലേക്ക് പോകുന്ന രേഖയിലോ മോതിരവിരലിൻ്റെ അടിയിൽ സൂര്യരേഖയിലോ കുറുകെ ഒരു രേഖ കാണപ്പെട്ടാൽ അത് നിങ്ങളുടെ കൂടെയുള്ളവർ തന്നെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ധനം തട്ടിയെടുക്കും എന്നതിനെയാണ് ഈ രേഖകൾ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ രേഖകൾ കണ്ടാൽ വളരെയധികം ശ്രദ്ധിക്കണം. ചെറുവിരലിൻ്റെ അടിയിൽ ബുധമണ്ഡലത്തിലും മോതിരവിരലിൻ്റെ അടിയിൽ സൂര്യമണ്ഡലത്തിലുമായി ഇങ്ങനെയുള്ള ചെറുരേഖകൾ കണ്ടാൽ നിങ്ങൾ തീർച്ചയായും പണക്കാരനായിരിക്കും. പല വിധത്തിലും പണം വന്നു ചേരും. അതേപോലെ നമ്മുടെ ഹൃദയരേഖയും ശിരോരേഖയും ഭാഗ്യരേഖയും ആയുർരേഖയും തമ്മിൽ ചേർന്നുകൊണ്ട് എം എന്ന ആകൃതിയിൽ ഒരു രേഖ കണ്ടാൽ അയാൾ 40 വയസ്സിന് മുമ്പ് തന്നെ ധാരാളം പണം സമ്പാദിക്കും എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള രേഖകൾ ഉണ്ടായിട്ടും പണക്കാരനാകാൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങൾ കാര്യമായി പരിശ്രമിച്ചില്ല എന്ന് തന്നെയാണ്. ഇങ്ങനെ രേഖ ഉണ്ടായിരുന്നാൽ പണം വന്നു ചേർന്നിട്ടില്ല എങ്കിൽ ഇനിയും നിങ്ങൾ കാര്യമായി ശ്രമിച്ചാൽ നിങ്ങൾക്ക് പണം വന്നു ചേരും. അത് ഒരാൾക്ക് പണം നേടിത്തരുന്നതിൻ്റെ അടയാളമാണ്. ശിരോരേഖ വന്ന് രണ്ടായി പിരിയുകയും ഇങ്ങനെ മുകളിലേക്കും താഴേക്കും പോകുന്നത് കാണാം. ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് പണമുണ്ടാക്കാൻ അറിയാമെന്നാണ് സൂചിപ്പിക്കുന്നത്. തള്ളവിരലിൻ്റെ അടിയിൽ ശുക്രമണ്ഡലത്തിൽ നെറ്റിൻ്റെ ആകൃതിയിൽ കുറുകയും നെടുകയും രേഖകൾ കണ്ടാൽ ഉറപ്പായും നിങ്ങൾക്ക് ധനം വന്നു ചേരും എന്നതിനെയാണ്. ഇത് ഒരു സർജറി വന്നു ചേരാനുള്ള സാധ്യതയും സൂചിപ്പിക്കുന്നു. അത് അത്ര കണ്ട് കാര്യമായി എടുക്കേണ്ട കാര്യമില്ല. ഇത് വലിയ സീരിയസ് ആയി വരുന്നതല്ല. ഹൃദയരേഖയ്ക്ക് മുകളിൽ സമാന്തരമായി ഇങ്ങനെ ഒരു രേഖ കണ്ടാൽ നിങ്ങൾ പണം മാനേജ് ചെയ്യാൻ കഴിവുണ്ടാകും എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. തള്ളവിരലിൻ്റെ അടിയിൽ കണ്ണിൻ്റെ ആകൃതിയിൽ ഒരു രേഖ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിവാഹത്തോടുകൂടി നിങ്ങൾ പണക്കാരനോ പണക്കാരിയോ ആയി മാറും എന്നത് തന്നെയാണ്. അതുപോലെ ചെറുവിരലിൻ്റെ അടിയിൽ ഹൃദയരേഖയ്ക്ക് മുകളിലായി കാണുന്ന വിവാഹരേഖ നേരെ വന്ന് സൂര്യമണ്ഡലത്തിൽ എത്തിച്ചേരുകയും അവിടെ ഒരു നക്ഷത്ര ചിഹ്നം കൂടി കാണുകയാണെങ്കിൽ അത് നിങ്ങളുടെ പങ്കാളിക്ക് ധാരാളം പണമുണ്ടായിരിക്കും. അതുവഴി നിങ്ങളും പണക്കാരനാകും എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ചൂണ്ടുവിരലിൻ്റെ അടിയിലായി ത്രികോണം ചിഹ്നം കണ്ടാൽ തീർച്ചയായും നിങ്ങൾക്ക് പണം വന്നു ചേരും എന്നാണ്. ചിലപ്പോൾ ഇത് നേരായ മാർഗത്തിലൂടെയുള്ള ധനമായിരിക്കില്ല, എന്നിരുന്നാലും ധനം നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരും എന്നാണ്. ചൂണ്ടുവിരലിൻ്റെ അടിയിൽ ഇതേപോലെ മഴത്തുള്ളി പോലെ അടയാളം കണ്ടാൽ തീർച്ചയായും നിങ്ങൾക്ക് ലോട്ടറി അടിക്കാനുള്ള സാധ്യത കാണുന്നു എന്ന് മനസ്സിലാക്കാം.
ഇതേപോലെ കറുത്ത പുള്ളികൾ കയ്യിലുണ്ടെങ്കിൽ എല്ലാവിധത്തിലും നിങ്ങൾക്ക് പരാജയമായിരിക്കും. വെളുത്ത പുള്ളികളാണെങ്കിൽ തൊഴിൽ ഉയർച്ചയെയും എല്ലാവിധ മേന്മകളെയുമാണ് അത് സൂചിപ്പിക്കുന്നത്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള അറിവുകൾ നേടുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നത് വരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.